ചടുലമായ നീക്കങ്ങളാണ് കരുവന്നൂരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. കരുവന്നൂരിലെ കരുനീക്കങ്ങൾ. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ആടിയുലഞ്ഞ CPIM. കള്ളപ്പണമിടപാട് കേസിൽ പാർട്ടിയെ കൂടി ഇഡി പ്രതി ചേർത്തതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് CPIMന് മുന്നിലുള്ളത്. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് കൂടി പ്രതിപ്പട്ടികയിലേക്ക് നീങ്ങുമ്പോൾ കടുത്ത പ്രതിരോധത്തിലാണ് പാർട്ടി. മുൻ മന്ത്രി AC മൊയ്തീനും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണനും കേന്ദ്ര ഏജൻസിയുടെ ക്ലീൻ ചിറ്റില്ല എന്നത് വലിയ ആശങ്കയോടെയാണ് നേതൃത്വം നോക്കിക്കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഏറ്റവും ആഘാതമേൽപ്പിച്ച ജില്ലയാണ് തൃശൂർ. കരുവന്നൂർ തട്ടിപ്പ് കൂടി പ്രതിഫലിച്ചപ്പോൾ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നതിന് പാർട്ടി ദൃക്സാക്ഷിയാകേണ്ടി വന്നു. ജനകീയനായ VS സുനിൽകുമാർ BJPയുടെ സുരേഷ് ഗോപിക്ക് മുന്നിൽ രണ്ടാമതായി. കരുവന്നൂരിലെ പ്രതിസന്ധി പരിഹരിക്കാൻ CPIM BJPക്ക് വോട്ടുമറിച്ചെന്ന ആരോപണവും പാർട്ടിക്ക് കേൾക്കേണ്ടി വന്നു. സങ്കീർണ രാഷ്ട്രീയ സാഹചര്യം പരിഹരിക്കാൻ കഴിയാതെ CPIM ശ്വാസം മുട്ടുമ്പോഴാണ് കരുവന്നൂർ കേസിൽ പാർട്ടി കൂടി പ്രതിയായി മാറുന്നത്. കരുവന്നൂരിലെ തട്ടിപ്പ് പണം പാർട്ടി കൈപ്പറ്റിയെന്ന് വ്യക്തമായതോടെയാണ് കേസിൽ CPIMും പ്രതിരോധത്തിലായത്. 300 കോടിയുടെ ബിനാമി വായ്പാ തട്ടിപ്പ് കേസിൽ CPIMന്റെ 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകളടക്കം 29 കോടി രൂപയുടെ സ്വത്തുക്കളും ബാങ്ക് നിക്ഷേപങ്ങളും കൂടിയാണ് കണ്ടുകെട്ടുന്നത്. പ്രതിപട്ടികയിൽ CPIMനെ ഉൾപ്പെടുത്തിയ ശേഷമാണ് EDയുടെ നടപടി എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ഡയറക്ടറുടെ ഉത്തരവ് ഇറങ്ങുന്നതോടെ കണ്ടുകെട്ടൽ നടപടികൾ തുടങ്ങും. ഇതോടെ കേസിൽ 115 കോടി രൂപയുടെ സ്വത്തുവകകൾ ED കണ്ടുകെട്ടും. CPIMനെ പ്രതി ചേർത്തി, പിന്നെ സ്വത്ത് മരവിപ്പിച്ചു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു, ശുപാർശയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല. നമുക്ക് വിവരമില്ലാത്തൊരു കാര്യമാണ്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 സ്ഥിരം നിക്ഷേപങ്ങളും പാർട്ടി കീഴ്ഘടകങ്ങളുടെ നിക്ഷേപങ്ങളും അടങ്ങുന്ന 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകളാണ് കണ്ടുകെട്ടാനുള്ള പട്ടികയിലുള്ളത്. CPM പൊറത്തിശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിൽ വാങ്ങിയ 13 ലക്ഷം രൂപയുടെ സ്ഥലവും വസ്തുവകകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത തുക ഉപയോഗിച്ചാണ് പാർട്ടിയും മറ്റു പ്രതികളും ഇത്രയും സ്വത്തുവകകൾ സമ്പാദിച്ചതെന്നാണ് EDയുടെ കണ്ടെത്തൽ. സ്ഥലം വാങ്ങിയതിൽ കള്ളപ്പണം ഉപയോഗിച്ചുവെന്ന കണ്ടെത്തലിലാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതിയാവുക. അടുത്ത ഘട്ടത്തിലെ കുറ്റപത്രത്തിൽ MM വർഗീസിനെയും പ്രതി ചേർക്കും. കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് CPM നേതൃത്വം പറയുന്നത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ വേറൊരു പതിപ്പാണ് ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് തികച്ചും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും. കൂടുതൽ നേതാക്കളെ പ്രതിയാക്കി ED കൂടുതൽ പ്രതിസന്ധി തീർക്കുമെന്നതും പാർട്ടി മുന്നിൽ കാണുന്നു. സംസ്ഥാന സമിതി നേതാക്കളായ MK കണ്ണൻ, AC മൊയ്തീൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾക്കും ED ഇതുവരെ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. ED നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് CPM ആരോപിക്കുമ്പോഴും EDയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് CPIM. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിശകലനങ്ങളുമായി നമുക്കൊപ്പം. അർജുൻ, ഗുഡ് ഈവനിങ്. CPIMനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. രാഷ്ട്രീയമായി തൃശ്ശൂരിലെ ജനങ്ങൾ നൽകിയ തിരിച്ചടി, ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ കുരുക്ക് മുറുക്കുമ്പോൾ എന്താണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്? നിലവിൽ 73 ലക്ഷം രൂപ പാർട്ടിയുടേതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്, ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. CPIM തൃശ്ശൂരിൽ ഇനി എങ്ങനെയാണ് ഈ കരുവന്നൂർ കേസ് പ്രതിരോധിക്കാൻ പോകുന്നത്? നിലവിൽ പാർട്ടിയുടെ ആശങ്കയുടെ വലിപ്പം എത്രത്തോളമുണ്ട്? ബിനിൽ, ഏതാണ്ട് 1.5 വർഷത്തിലേറെയായി കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ ആദ്യഘട്ട അന്വേഷണത്തിനിടെ തന്നെ മുതിർന്ന നേതാക്കളെ അടക്കം പലതവണ ചോദ്യം ചെയ്തിരുന്നു. മുൻ മന്ത്രി AC മൊയ്തീൻ, മുൻ MP ആയ PK ബിജു, അതോടൊപ്പം തന്നെ MK കണ്ണൻ തുടങ്ങിയ നേതാക്കളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. MM വർഗീസിനെയും പലതവണ, ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിനെയും പലതവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലെ കുറ്റപത്രത്തിൽ CPMന്റെ ഒരു പ്രധാനി ഉൾപ്പെട്ടത് PR അരവിന്ദൻ
അരവിന്ദാക്ഷൻ മാത്രമാണ്. PR അരവിന്ദാക്ഷൻ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 55 പേരാണ് ആദ്യ കുറ്റപത്രത്തിലുള്ളത്. എന്തായാലും പക്ഷേ രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് വരുമ്പോൾ, രണ്ടാം ഘട്ട കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ നേതാക്കൾ പ്രതികളാകും എന്ന സൂചന തന്നെയാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് ഈ CPM-ന് നിരവധി രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് ED നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ കരുവന്നൂർ ബാങ്കിൽ ബിനാമി വായ്പകൾ വഴി തട്ടിയ പണം ഈ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല ഈ തുക ഉപയോഗിച്ച് ആസ്തി വകകളടക്കം വാങ്ങിക്കൂട്ടി എന്നാണ് EDയുടെ മറ്റൊരു കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള 2 അക്കൗണ്ടുകളും കീഴ്ഘടകങ്ങളുടെ കീഴിലുള്ള മറ്റ് അക്കൗണ്ടുകളും ഉൾപ്പെടെ ഏതാണ്ട് 60 ലക്ഷം രൂപ കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ തുക ഉപയോഗിച്ച് വാങ്ങി എന്ന് പറയുന്ന പൊറുത്തുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഭൂമിയും മറ്റ് വസ്തുവകകളും ഇത്തരത്തിൽ കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത്. സ്വാഭാവികമായും CPM നേരത്തെ പ്രതിരോധിച്ചതുപോലെ ഇത് നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന് തന്നെയാണ് CPM ഇപ്പോഴും ആവർത്തിക്കുന്നത്. മാത്രമല്ല നേരത്തെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിന് മുൻപ് പലതവണ തൃശ്ശൂരിൽ വന്നപ്പോഴൊക്കെ തന്നെ ആവർത്തിച്ചത് ഈ തുക ഒക്കെ തന്നെ കണ്ടുകെട്ടിയ ശേഷം അത് നിക്ഷേപകർക്ക് തിരികെ നൽകും എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഈ പണം കണ്ടുകെട്ടുമ്പോൾ തന്നെ അത് നിക്ഷേപകർക്ക് നൽകാനാണ് എന്നൊരു വ്യാഖ്യാനമാണ് BJP അടക്കമുള്ള അർജുൻ, നിലവിൽ ഇപ്പോൾ MK കണ്ണനാണ് EDയുടെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ ED അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട CPIM നേതാവ് എന്ന് പറയുന്നത്. ഇതിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തന്നെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്ന അറസ്റ്റിനുള്ള ഒരു നീക്കത്തിലേക്ക് വേഗത്തിൽ ED കടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനാകുമോ? EDയുടെ അന്വേഷണത്തിന്റെ വേഗം എത്രത്തോളം ഉണ്ട്? ഒരിടയ്ക്ക് അത് കുറഞ്ഞിരുന്നു. നേരത്തെ ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ ഈ അന്വേഷണം അവർ ഊർജിതമാക്കിയെങ്കിൽ പോലും അതിനുശേഷം ഒരു മന്ദഗതിയിലായിരുന്നു. പക്ഷേ സ്വാഭാവികമായും ഇനി രണ്ടാം ഘട്ട കുറ്റപത്രം നൽകാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും MM വർഗീസ് അടക്കമുള്ള ആളുകളെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കും എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ MM വർഗീസിനെ, അതായത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ MM വർഗീസിനെ പ്രതി ചേർക്കും എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ, നേരത്തെ ചോദ്യം ചെയ്ത AC മൊയ്തീൻ, PK ബിജു അടക്കമുള്ളവരെയും ഇവരെയും പ്രതി ചേർക്കുന്ന കാര്യവും ED ആലോചിക്കുന്നുണ്ട്. എന്തായാലും ആരും തന്നെ ഈ പറഞ്ഞ ചോദ്യം ചെയ്ത നേതാക്കൾക്ക് ആർക്കും തന്നെ ക്ലീൻ ചീറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുമില്ല. സ്വാഭാവികമായും അത്തരമൊരു നടപടിയിലേക്കാണ് ED കടക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അക്കൗണ്ട് മരവിപ്പിച്ചതും റെയ്ഡും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ CPIM-ന് വൻ തിരിച്ചടിയായിരുന്നു. പൊതുയോഗങ്ങളിൽ പറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞെങ്കിലും വീടുകയറി വോട്ട് ചോദിച്ചവർ ഏറെ കുഴുങ്ങിയിരുന്നു. 400 കോടിയോളം തട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകരെ അനുനയിപ്പിക്കാനുള്ള സർക്കാർ വാഗ്ദാനങ്ങൾ കണ്ണിൽ പൊടിയിടലായിരുന്നു. 2021 കരുവന്നൂരിലെ തട്ടിപ്പ് പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ ആരോപണങ്ങൾ അവഗണിച്ചായിരുന്നു CPIM-ന്റെ പോക്ക്. വ്യാപ്തി കൂടുകയും പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രതിക്കൂട്ടിലാവുകയും ചെയ്തതോടെ പാർട്ടി ഉണർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നായിരുന്നു പ്രചാരണം. നിക്ഷേപകരുടെ പണം എത്രയും വേഗം നൽകാൻ കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ കൺസോർഷ്യം ഉണ്ടാക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇത് നടപ്പായില്ല. റിസർവ് ബാങ്ക് അനുമതി നൽകില്ലെന്ന് അറിഞ്ഞു തന്നെയായിരുന്നു നീക്കം. സർക്കാരിന്റെ സഹായമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി നിക്ഷേപകരുടെ പ്രതിഷേധത്തെ കുറച്ചുനാൾ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് മാത്രം മെച്ചം. കരുവന്നൂർ തൃശൂരിൽ ഒരു രാഷ്ട്രീയ വിഷയമായി നിലനിൽക്കുന്നു. केरला में जनता के पैसों की खुलेआम लूट हो रही है. कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है. उस बैंक को CPM के लोगों ने पूरी तरह लूट कर कंगाल कर दिया. നിക്ഷേപകർക്ക് പണം നൽകി തുടങ്ങിയെന്ന് ബാങ്കിന്റെ പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയുടെ അറിയിപ്പ് വന്നപ്പോൾ നിക്ഷേപകർ ആശ്വസിച്ചു. എന്നാൽ 1 ലക്ഷം വരെ നിക്ഷേപിച്ചവർക്ക് മാത്രമാണ് നിക്ഷേപത്തിന്റെ ചെറിയൊരു പങ്കും പലിശയുടെ പകുതിയും നൽകിയത്. 80% നിക്ഷേപകർക്കും 5 ലക്ഷത്തിന് മുകളിലാണ് നിക്ഷേപം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃശൂരിലെ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉൾപ്പെടെയുള്ള മുതിർന്ന CPM നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതോടെ പാർട്ടി പ്രതിരോധത്തിലായെങ്കിലും മാധ്യമങ്ങളെ പഴിച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അന്വേഷണം പാർട്ടിയുടെ പ്രബല സഹകരണ ബാങ്കുകളിലേക്ക് നീങ്ങിയതും തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രശ്നം തണുപ്പിക്കാനുള്ള നീക്കവും ഫലം കണ്ടില്ല. ഒരു കാര്യം ഇവിടെ
ആവർത്തിച്ച് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് സഹകരണ സ്ഥാപനങ്ങളിൽ നമ്മുടെ ക്രെഡിറ്റ് മേഖലയിൽ നിക്ഷേപിച്ചിട്ടുള്ള കോടാനുകോടി രൂപയും അതിന് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടുമെന്ന ആശങ്ക ആർക്കും വേണ്ടതില്ല. കരുവന്നൂർ വിഷയത്തിൽ ആദ്യം തന്നെ ഗവൺമെൻറ് നല്ല രൂപത്തിൽ ഇടപെട്ടല്ലോ. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളിലും സമയബന്ധിതമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്. അതിൻ്റെ ഫലമായിരുന്നു ആദ്യത്തെ ജീവനക്കാർക്കെതിരായ നടപടി, ബോർഡിനെതിരായ നടപടി, ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായ നടപടി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ബാങ്കിനെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു പാക്കേജ് ഉണ്ടാക്കിയിരുന്നു, സഹകരണ വകുപ്പ്. ആ പാക്കേജ് അനുസരിച്ച് ഏതാണ്ട് 73 കോടി രൂപ തിരികെ നിക്ഷേപകർക്ക് ലഭിച്ചു. 110 കോടി രൂപയോളം അവരുടെ നിക്ഷേപങ്ങൾ പുനഃക്രമീകരിക്കാൻ സഹായിച്ചു. ഏതാണ്ട് ബാങ്കിലേക്ക് 36 കോടി രൂപയോളം തിരിച്ചു വന്നു. ഇങ്ങനെ നാനാതരത്തിലുള്ള പുരോഗതി അവിടെ ഉണ്ടായി. കരുവന്നൂർ തട്ടിപ്പിന്റെ പേരിൽ ജില്ലാ നേതൃത്വം ആരോപണ വിധേയരായി നിൽക്കവെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നഗരത്തിലെ ബാങ്കിൽ നിന്ന് 1 കോടി രൂപ പണമായി പിൻവലിച്ചത്. അക്കൗണ്ടിലെ പണം പെട്ടെന്ന് പിൻവലിച്ചത് പാർട്ടി നേതാക്കൾക്കിടയിൽ പോലും ഉണ്ടാക്കിയ അമ്പരപ്പ് ചെറുതായിരുന്നില്ല. 2 ദിവസം മുൻപ് ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും വലിയ തുക പിൻവലിക്കുന്നതായി അറിയിച്ചിരുന്നില്ല. ആരുടെയും അനുവാദം വേണ്ടെങ്കിലും ആരാണ് ആ സമയത്ത് നിയമോപദേശം നൽകിയതെന്ന് ഇപ്പോഴും രഹസ്യമാണ്. കോടികൾ കൈവശമുണ്ടായിട്ടും പ്രാദേശിക ഘടകങ്ങൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ചതും വലിയ ചർച്ചയായി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ജെയ്സൺ ചാമോളപ്പിലുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. ജെയ്സൺ, അക്കൗണ്ട് മരവിപ്പിച്ചതും റെയ്ഡും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ CPIM-ന് വൻ തിരിച്ചടിയായി എന്നുള്ളത് വ്യക്തമാണ്. അർജുൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ അതിവേഗത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വീണ്ടും വേഗം കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു. MM വർഗീസിന്റെ കേസിൽ പ്രതി ചേർക്കുന്നതും അതിനുശേഷം ഒരു അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടക്കുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു നിൽക്കാൻ സാധിക്കും CPIM-ന് തൃശ്ശൂരിൽ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ കരുവന്നൂർ ഉൾപ്പെടെ വലിയ ഘടകമായി മാറിയെന്ന് CPIM-ന് അംഗീകരിക്കേണ്ടി വരില്ലേ? ബിനിൽ, കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM-ന് കരുവന്നൂർ എന്ന് കേട്ടാൽ വലിയ ഭയമാണ്. അത്രയേറെ പ്രതിസന്ധി CPM-ന് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് കരുവന്നൂർ. പാർട്ടി ആദ്യഘട്ടത്തിൽ കരുവന്നൂരുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കാതെ പോയതാണ് ഇത്രയും മഹാദുരന്തത്തിലേക്ക് ആ പാർട്ടിയെ കൊണ്ട് തള്ളിവിടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം. ആ പാർട്ടി കരുവന്നൂർ ബാങ്കിൽ ജോലി ചെയ്യുന്ന CPM-ന്റെ ബ്രാഞ്ച് ലോക്കൽ തലങ്ങളിലുള്ള പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പരാതിയുമായി CPM-ന്റെ ജില്ലാ നേതൃത്വത്തെ പലതവണ സമീപിക്കുമ്പോഴും നിസാരമായി കാണുകയും അതോടൊപ്പം തന്നെ ഈ പരാതികൾ തള്ളിക്കളയുകയും ചെയ്തതിനെ തുടർന്നാണ് സുരേഷിനെ പോലെ കരുവന്നൂർ ബാങ്ക് സമരത്തിന്റെ മുന്നണി പോരാളിയായി നിന്ന ആളുകൾ പാർട്ടി വിട്ട് പുറത്തു വരികയും പരസ്യമായി യുദ്ധം നയിക്കുകയും പിന്നീട് അത് വലിയ നിയമക്കുരുക്കുകളിലേക്ക് പോവുകയും അവസാനം ഒരു CPM എന്ന ഒരു പാർട്ടിയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുകയും എത്തിച്ച ഒരു തുടർക്കഥയിലേക്ക് വന്നത്. ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ കൂടുതൽ ശക്തമായി ഉയരുക തന്നെയാണ്. ഒരു കരുവന്നൂരിൽ നിന്നും പല ബാങ്കുകളിലേക്കായി ഇതിൻ്റെ പ്രതിസന്ധികൾ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടനല്ലൂർ ബാങ്ക് CPM ഭരിക്കുന്ന ബാങ്കാണ്. അവിടെ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികളുണ്ട്. പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് അനിൽ അക്കരയുടെ വാർത്താ സമ്മേളനവും അതോടൊപ്പം അനിൽ അക്കരയെ ക്രൈംബ്രാഞ്ച് നൽകിയ മൊഴിയും പ്രസക്തമാകുന്നത്. അനിൽ അക്കര പ്രധാനമായും തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകിയിരുന്നു. കരുവന്നൂരിൽ നിന്നും കുട്ടനല്ലൂർ ബാങ്കുകളിൽ നിന്നും തട്ടിയെടുത്ത പണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം, നടപടി ഉണ്ടാകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പ്രധാനമായി അനിൽ അക്കരയുടെ മൊഴിയെടുക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരമൊരു തട്ടിപ്പുകൾ വളരെ ഭംഗിയായി നടന്നിട്ടുണ്ടെന്നാണ് അനിൽ അക്കര ആരോപിക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് അനിൽ അക്കര ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആലത്തൂർ MP ആയ K രാധാകൃഷ്ണനെയാണ്. അദ്ദേഹം തൃശ്ശൂർ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കരുവന്നൂരിലും അതുപോലെ തന്നെ കുട്ടനല്ലൂരിലും മറ്റു പല സഹകരണ ബാങ്കുകളിൽ നിന്നും കമ്മീഷൻ ഇനത്തിൽ കിട്ടിയ 8 കോടിയിലധികം രൂപ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി ഉപയോഗിച്ചെന്നതാണ് പ്രധാനമായി
പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യണമെന്നതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യം. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഓരോ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും വീണ്ടും കുഴിയിലേക്ക് ഇറക്കുന്ന സ്ഥിതിയുണ്ട്. ഇ ഡിയുടെ മുൾമുനയിൽ ചോദ്യമുനയിൽ നിൽക്കുന്ന നിരവധി പ്രമുഖരായ നേതാക്കളുണ്ട്. എം വർഗീസ്, AC മൊയ്തീൻ MLA, MK കണ്ണൻ, തൃശൂർ കോർപ്പറേഷനിലെ നിരവധി കൗൺസിലർമാർ തുടങ്ങി നീണ്ട നിര തന്നെയുണ്ട്. ഇവരെല്ലാവരെയും ഭാവി നാളെ ഇ ഡിയുടെ കൈകളിലാണ്. അവർ എങ്ങോട്ട് ചരട് വലിക്കുന്നു അതിനനുസരിച്ച് മാറേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നിയമപരമായി ഒരു പ്രതിരോധവും സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ തൃശ്ശൂരിലെ CPM എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ബില്ലിൽ നിസ്സംശയം അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. CPIM-ന്റെ ഒരുപിടി നേതാക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യമുനമ്പിലാണ്. MK കണ്ണൻ, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ചോദ്യമുനയിൽ നിൽക്കുമ്പോൾ PR അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന CPIM-ന്റെ പ്രാദേശിക നേതാവാണ് നിലവിൽ ജയിലിൽ ഉള്ളത്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതേസമയം ആക്രമണം കടുപ്പിക്കുകയാണ് ഇതിനെ പിൻപറ്റി കോൺഗ്രസ് ചെയ്യുന്നത്. സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ MP-യെ ചോദ്യം ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ അനിൽ അക്കര തട്ടിപ്പ് നടന്നെന്ന് കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണെന്നും 2 തെരഞ്ഞെടുപ്പുകളിൽ കള്ളപ്പണം ഉപയോഗിച്ചുവെന്നുമാണ് അനിൽ അക്കരയുടെ ആരോപണം. 3 തെരഞ്ഞെടുപ്പുകളിൽ സഹകരണ ബാങ്കുകൾ വഴി ലഭിച്ച നിയമവിരുദ്ധ കമ്മീഷൻ പണം ഉപയോഗിച്ചതായും അനിൽ അക്കര ആരോപിച്ചു. അനധികൃതമായി ലഭിച്ച 8 കോടി രൂപ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്ന് അനിൽ അക്കര ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. കരുവന്നൂർ, കുട്ടനല്ലൂർ ബാങ്കുകളിൽ നിന്ന് തട്ടിയെടുത്ത പണം LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അനിൽ അക്കരയുടെ മൊഴിയെടുത്തത്. ഈ കള്ളപ്പണം കൂടുതലായി തെരഞ്ഞെടുപ്പുകളുടെ ചെലവിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ഇന്ന് ആലത്തൂർ MP-യുമായ കെ രാധാകൃഷ്ണൻ CPM-ന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ കള്ളപ്പണം കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ ഇവരോടൊപ്പം ചോദ്യം ചെയ്യേണ്ടതും പ്രതി ചേർക്കേണ്ടതുമായ പ്രതിയാണ് കെ രാധാകൃഷ്ണൻ എന്ന മൊഴിയാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യണം. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ എത്ര ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കരുവന്നൂരും കുട്ടനല്ലൂരും അയ്യന്തോളും പെരിങ്ങണ്ടൂരും ഉൾപ്പെടെ കുറുക്കഞ്ചേരിയും ഉൾപ്പെടെ ഏതൊക്കെ സർവീസ് സഹകരണ ബാങ്കിലേതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കെ രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കരുവന്നൂരിലെ തട്ടിപ്പ് CPIM-ന് മായ്ക്കാനാകാത്ത നാണക്കേടാണ്. നിക്ഷേപം കണ്ടുകെട്ടാനുള്ള ED നടപടിയോടെ വ്യക്തികളല്ല പാർട്ടിയാകെ തന്നെ പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. സ്വത്ത് കണ്ടുകെട്ടിയ വിഷയത്തിൽ പാർട്ടി വിഷമസന്ധിയിലാണെന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് നേതാക്കളിൽ നിന്ന് നിലവിലുണ്ടാകും. ആവശ്യമുള്ള സമയത്ത് പ്രതികരിച്ചോളൂ. മറ്റു നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, എല്ലാവരോടും അവൈലബിൾ ആണ്, അവരോട് ചോദിക്കാം. പറയേണ്ട ആളുകൾ അവരെ സംബന്ധിച്ച് പ്രതികരിക്കും. ഇത് ഇന്നത്തോടുകൂടി ഈ ദിവസവും ഈ കാലവും തീരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് ഈ തരത്തിൽ കള്ളപ്പണക്കേസിൽ പ്രതികളാക്കപ്പെടുന്നത്. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന ആളുകളാണ്. ഈ സുതാര്യത കള്ളപ്പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ കരുവന്നൂരിൽ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ പേരിൽ കള്ളവായ്പയെടുത്ത്, ബിനാമി പേരുകളിൽ കള്ളവായ്പയെടുത്ത് അത് പാർട്ടി നേതാക്കന്മാരുടെ സ്വത്താക്കി മാറ്റുന്ന ഘട്ടം വന്നപ്പോൾ, പാർട്ടിയുടെ സ്വത്താക്കി മാറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ സുതാര്യതയൊക്കെ എവിടെ പോയി? മോദി വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് മുൻപ് ഈ കണക്കുകൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ നാട്ടിലെ നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്നുള്ളത് വിശദീകരിച്ചതിന് ശേഷമാണ് മോദിയുടെ വേട്ടയാടൽ എന്നുള്ള പതിവ് പല്ലവിയുമായിട്ട് ഇറങ്ങേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കരുവന്നൂരിലെ തട്ടിപ്പ് മറപിടിച്ച് കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നു എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് CPIM നടത്തിയ പ്രതിരോധം. ജനങ്ങൾ അത് തള്ളി എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. വീണ്ടും രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചാൽ അത് ഏശുമോ എന്ന് കണ്ടു തന്നെ അറിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് R ശ്രീജിത്ത് ചേരുകയാണ് വിശകലനങ്ങളുമായി. ശ്രീജിത്ത്, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ വിശകലനങ്ങളിലെല്ലാം തന്നെ പാർട്ടി നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള ഒരു വാക്കെന്ന് പറയുന്നത് തിരുത്തൽ എന്നതാണ്. CPIM-നെ സംബന്ധിച്ച് തിരുത്താനാകാത്ത വിധത്തിൽ കളങ്കമുണ്ടാക്കിയിട്ടുള്ള ഒരു അഴിമതിയാണ്, ഒരു രാഷ്ട്രീയ അഴിമതി കൂടിയാണ് കരുവന്നൂർ എന്ന് വ്യക്തമാണ്. അതിലെ പ്രതികളെ ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രതിരോധിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി എന്നും വ്യക്തമായിട്ടുള്ളതാണ്. ഇനിയെങ്കിലും ഈ തിരിച്ചടികൾക്കെല്ലാം ശേഷവും CPIM തിരുത്താൻ തയ്യാറാകുമോ? ഏത് വിധത്തിലായിരിക്കും നിലവിലുള്ള ഈ സമയത്ത് EDയുടെ ആക്രമണത്തെ CPIM പ്രതിരോധിക്കാൻ ശ്രമിക്കുക?
ബിനിൽ, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് അഴിമതി ഒരു വലിയ കളങ്കമായി CPM-ന് മേൽ പതിക്കുകയാണ്. അത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല അതിൻ്റെ അനുരണങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത്, മറിച്ച് സംസ്ഥാനമാകെ തന്നെ കരുവന്നൂരിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. മാത്രമല്ല സംസ്ഥാനത്തെ സാമ്പത്തിക മേഖലയുടെ നട്ടലായ സഹകരണ മേഖലയുടെ വിശ്വാസം ഇടിക്കുന്നതിനും ഈ കരുവന്നൂർ തട്ടിപ്പ് ഒരു കാരണമായി എന്നതും വാസ്തവമാണ്. ഈ കാരണങ്ങളെല്ലാം ചേർന്നാണ് തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള തോൽവി LDF-ന് ഉണ്ടാകാൻ കാരണമെന്നും വിലയിരുത്തപ്പെട്ടതാണ്. എന്നാൽ നേരത്തെ ഏതാനും ചില വ്യക്തികൾ, നേരത്തെ ജെയ്സൺ സൂചിപ്പിച്ച പോലെ PR അരവിന്ദാക്ഷ ആണെങ്കിലും മറ്റു ചില നേതാക്കന്മാരുമൊക്കെയാണ് ഈ വ്യക്തിപരമായി ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട തട്ടിപ്പുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ പ്രതിസ്ഥാനത്തും ചോദ്യം ചെയ്യപ്പെടാനും ഒക്കെ വന്നതെങ്കിൽ ഇപ്പോൾ അതല്ല, പാർട്ടി ആകെ തന്നെ, ജില്ലയിലെ പാർട്ടി ആകെ തന്നെ ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. അതും കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കേസാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ കള്ളപ്പണം എന്നുള്ള പൊതുരംഗത്ത് സുതാര്യത വേണമെന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ധാർമ്മികത പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്ന CPM-നെ പോലൊരു പാർട്ടിയാണ് ഇത്തരത്തിൽ ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായിരിക്കുന്നതെന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം, ഏറ്റവും വിഷമകരമായ കാര്യം. എന്നാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു തിരുത്തൽ നടപടിക്ക് പാർട്ടി നേതൃത്വം തയ്യാറാകുമോ എന്ന കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. രാഷ്ട്രീയമായും നിയമപരമായും ED കേസിനെ പ്രതിരോധിക്കുമെന്ന് പറയുന്നു. അത് അവർക്ക് രാഷ്ട്രീയമായ നിലനിൽപ്പിന് ആവശ്യമായ കാര്യമാണ്. എങ്കിൽ പോലും ഈ കാര്യത്തിൽ നടന്ന ഇടപാടുകളെപ്പറ്റി പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്താനോ നേരത്തെ പരാതികൾ ഉയർന്നു വന്നപ്പോൾ അതിനോട് സത്വരം പ്രതികരിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് പോകാനോ CPM തയ്യാറാകാത്തതിന് കൊടുക്കേണ്ടി വന്ന വലിയ വിലയാണ് ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്ന ഈ പ്രശ്നങ്ങൾ. വ്യക്തമാണ്. ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. കൃത്യസമയത്തുള്ള തിരുത്തലുകൾ ഉണ്ടാകാത്തതിൻ്റെ ഫലമാണ് തൃശ്ശൂരിൽ ഉൾപ്പെടെ CPM-ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. മറ്റു മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കരുവന്നൂരിലെ രാഷ്ട്രീയ സംരക്ഷണത്തിൻ്റെ വില CPM നൽകേണ്ടി വന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനിയും ആ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ CPM നേതാക്കൾക്ക് നൽകുമോ, ആരോപണ വിധേയർക്ക് നൽകുമോ എന്നുള്ളത് ആ പാർട്ടിയുടെ തൃശ്ശൂർ മേഖലയിലെങ്കിലും ഭാവിയെ തന്നെ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്ന ഒരു ഘടകമായി ശ്രീജിത്ത് വിലയിരുത്തുകയാണ്.